സഭയിൽ ഭിന്നസ്വരമോ എന്നാണ് ചോദ്യം. സുജയ, സഭയിൽ ഭിന്നസ്വരം സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭിന്നസ്വരം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് ഒരേ ഒരു രൂപതയാണ്. ഞാൻ കരുതിയത് അതിരൂപതകളെല്ലാം ചേർന്ന് ഇന്ന് ഇടയലേഖനം കേരളത്തിലെ എല്ലാ പള്ളികളിലും, കാരണം കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ഹൈപ്പ് അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ രൂപതകളിലും ആൻഡ്രോ സാറിന്റെ രൂപതയിലടക്കം ഇന്ന് ഇടയലേഖനമൊക്കെ വായിച്ച ഇടയലേഖനത്തിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആൻഡ്രോ സാർ വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് മാത്രമാണ് ഇടയലേഖനം ഉണ്ടായത്. നേരത്തെ തന്നെ ഇടയലേഖനം ഇന്ന് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ചർച്ചകളിലൂടെ വലിയ പ്രഘോഷങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്നിരുന്നത് സഭ മുഴുവൻ ഇതാ തിരിഞ്ഞിരിക്കുന്നു, സഭ മുഴുവൻ താക്കോല് നിങ്ങളുടെ സഭ മുഴുവൻ അതായത് അല്ലല്ല ആൻഡ്രോ സാറേ, വീട്ടിലിരിക്കുന്നവർക്ക് താക്കോലിനെയും താക്കോലിട്ട് പൂട്ടുന്നിടത്തെയും പേടിക്കേണ്ട കാര്യമില്ല. കള്ളത്തരം കാണിച്ചാൽ മാത്രം പേടിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സഭയിൽ ഭിന്നസ്വരമോ എന്നതാണല്ലോ ചോദ്യം. അപ്പോൾ ഇവിടെ സഭയിൽ ഭിന്നസ്വരം ഉണ്ടെന്നുള്ളത് ഈ ഒരു ഇടത്ത് മാത്രം, ഇരിങ്ങാലക്കുട രൂപതയിൽ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഇടയലേഖനത്തിന്റെ പേരിൽ. പിന്നെ അതുപോലെ തന്നെ പ്രതികരണവും വരുന്നു. ഒന്ന് ഒളിഞ്ഞ് പാമ്പ്ളാനി പിതാവിനെ ഒന്ന് വിമർശിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ പാമ്പ്ളാനി പിതാവ് പറയാനുള്ള കാര്യം നല്ല വൃത്തിയായി വെടിപ്പായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്നുള്ളതും സഭയിൽ എല്ലാവർക്കും മനസ്സിലായതാണ്. ഞാൻ ഇന്നലെയും ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF ഒക്കെ ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രകടനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സഭയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, സഭയ്ക്കറിയാം എന്താണ് നടന്നതെന്ന്. കാരണം സഭ ആരെയാണ് ബന്ധപ്പെട്ടതെന്ന് സഭാപിതാക്കന്മാർക്കറിയാം, പിതാക്കന്മാരുമായി നേരിട്ട് സംസാരിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് ആരൊക്കെയായിട്ടാണ് സഭാപിതാക്കന്മാർ ബന്ധമുള്ളത്, സംസാരിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്ക് എത്തിയത് എന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നല്ല ധാരണയുണ്ട്. നിങ്ങളെ പോലെ തെറ്റിദ്ധാരണയല്ല, അങ്ങനെയല്ല. താങ്കൾ കൂടി അംഗമായ സഭയുടെ പിതാക്കന്മാരെ അങ്ങനെ പറയരുത്. അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ഇവിടെ 2-3 ആൾക്കാർ വിചാരിച്ചാൽ പിടിച്ച് അകത്തിടാനും ഇറക്കി വിടാനും പറ്റുന്നുള്ള നല്ല ധാരണയുണ്ട്. അത് കേരളത്തിലായിരിക്കും താങ്കൾ പറഞ്ഞത്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ആളിറങ്ങി വരുന്നുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ. അത് കൃത്യമായി നിയമപരമായ നടപടികളിലൂടെയാണ് കടന്നുപോയത്. താങ്കൾ കാടടച്ച് വെടിവെക്കാൻ ശ്രമിച്ചാലും കൃത്യമായി സഭയ്ക്കും സഭാപിതാക്കന്മാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും ഒക്കെ പക്വതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ, അത് ഇന്നലത്തോടുകൂടി ആ പ്രതികരണങ്ങൾ അവസാനിച്ചതേ. ജാമ്യം ലഭിച്ചു, കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയ കേസ് ഇനിയും അവസാനിക്കാനുണ്ട്. അത് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നത് തെളിവുകളായി പുറത്തേക്ക് വരുമ്പോൾ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. സംസ്ഥാന BJP ആദ്യ ഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കിയതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നുമല്ല, റോജി എം ജോണിനെ പോലെ അവിടെ ചെന്ന് നിന്നും ഒന്നുമല്ല പറഞ്ഞത്. കൃത്യമായി ആദ്യ ഘട്ടം മുതൽ തന്നെ എടുത്തിട്ടുള്ള നിലപാടാണ്. അതിന് അദ്ദേഹത്തിന് ബിജെപിയിൽ നിന്ന് അത് കോടതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് സുജയ പാർവതിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. BJP-ക്കാർ പറഞ്ഞു എന്നുള്ളത് അവരോട് പോയി ചോദിക്കണം സാർ. സുജയ പാർവതിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ കോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ആണ്, റിപ്പോർട്ടർ അടക്കം. അതെ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല. അത് കന്യാസ്ത്രീകളെ അവർക്കെതിരെ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ അവിടെ നടപടി എടുക്കേണ്ടത് ഛത്തീസ്ഗഡ് പോലീസാണ്. അതും സുജയ പാർവതിക്ക് ഇവിടെ പറയാൻ കഴിയില്ല. സംസ്ഥാന അധ്യക്ഷന് പിടിപാടുണ്ടോ എന്നുള്ളതല്ലോ സാറേ. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അല്ലാതെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ കേസെടുക്കാനും വേണ്ടെന്ന് പറയുമ്പോഴേക്കും കേസ് ഊരാനും ചെയ്യുന്ന ഒരു കേരളമല്ലല്ലോ, റിപ്പബ്ലിക് ഓഫ് കേരളമല്ല. അത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നിയമവ്യവസ്ഥ സംസ്ഥാനമാണ്. ആര് പറഞ്ഞു ഇടാറില്ല എന്ന്? സാറത് പറയരുത്. കൃത്യമായിട്ട് തന്നെ അച്ഛന്മാരെ സിസ്റ്റർമാരെ ഒന്നുമല്ലല്ലോ. ഇവിടെ എത്രയോ നിരപരാധികളെ കേസിൽ കൊടുക്കുന്നുണ്ട്. നിരപരാധികളെ കേസിൽ കൊടുക്കുന്നില്ലേ? ഇല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? നിരപരാധികളെ സിസ്റ്റർമാരും അച്ഛന്മാരും എന്ന് പറയുന്നത് പൗരന്മാരാണ്, ഇന്ത്യയിലെ പൗരന്മാരാണ്. അവരും വോട്ടവകാശമുള്ള പൗരന്മാരാണ്. അതെ, എല്ലാ പൗരനും ഇന്ത്യയിൽ നിയമം ഒരുപോലെയാണ്. അല്ലാതെ സന്യാസിക്കൊരു നിയമം, പാസ്റ്റർക്കൊരു നിയമം, കന്യാസ്ത്രീക്കൊരു നിയമം, പള്ളിയിലച്ഛനൊരു നിയമം, അങ്ങനെയല്ല. എല്ലാവർക്കും ഒരേ നിയമമാണ്. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ നോക്കേണ്ട. ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇനി നമുക്ക് സഭയിലേക്ക് വരാം. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എക്ലേസിയ, മൂലഭാഷയിൽ അങ്ങനെയാണ് സഭ എന്നുള്ളതിന് പറയുന്നത്. അപ്പോൾ സഭ എന്നുള്ളതിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. അതിൽ ചെറുതോ വലുതോ ഇല്ല. താങ്കൾ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ പാസ്റ്ററുടെ കേസ് വേറെ, ഈ കേസ് വേറെ എന്നൊക്കെ പറഞ്ഞു. സഭ എന്നാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ കൊറിന്ത്യൻസ് ആണ് പറയുന്നത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ എന്ന് പറയുന്നത്
ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ അതിൽ അന്ന് ഈ വചനത്തിൽ തന്നെ പറയുന്നത് യഹൂദന്മാരോ യവനരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പോൾ സഭയെന്ന് പറയുന്നത് ഏക ശരീരമാണ്, എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്നുണ്ടെങ്കിൽ അതിലെല്ലാവർക്കും ഒരേ നീതിയാണ്, ഒരേ നിയമമാണ്, ഒരേ രീതിയിലാണ് അവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഒരു സഭ, ആ സഭയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് ഞാൻ എന്തായാലും പോകില്ല, നിങ്ങളൊക്കെ എത്ര പ്രകോപിപ്പിച്ചാലും. ഇവിടെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിച്ചെന്താണ്, 9 ദിവസമാണ് ആ 2 കന്യാസ്ത്രീകൾ 55ഉം 53 വയസ്സും പ്രായമുള്ള സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ജയിലിൽ കിടന്നത്. അപ്പോൾ ദുർഗിലെ ജയിലിൽ അവർ കിടക്കുമ്പോൾ സിറോ മലബാർ സഭയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുർബാന തർക്കമടക്കം ഏകീകൃത കുർബാന, ജനാഭിമുഖം അല്ലെങ്കിൽ അൾത്താരാഭിമുഖം, ഏത് കുർബാന വേണം എന്നതിൽ തർക്കത്തിൽ കഴിയുന്ന സിറോ മലബാർ സഭയടക്കം ആ വിഷയത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് അവരൊന്നിച്ചാണ് ആവശ്യപ്പെട്ടത് ഈ കന്യാസ്ത്രീകളുടെ മോചനം, അവരുടെ ജാമ്യം അത് ഉടൻ തന്നെ നടപ്പാകണം എന്നുള്ളത് ഒരേ സ്വരത്തിലാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രൂപതകൾ അങ്ങനെ ഒന്നിച്ചു നിന്നതിന് ശേഷം അവരുടെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത് സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് ചെയ്യാറുണ്ട്. അത് BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ചു പേരെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിലപാടില്ല എന്ന് സഭ ഈ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചതാരാണ്? ഇതിലൂടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് മുതലെടുപ്പ് നടത്താൻ തൃശ്ശൂരിലടക്കം തങ്ങളിൽ നിന്ന് അകന്നുപോയ വോട്ട് തിരികെ കൊണ്ടുവരുന്നതിനായി ശ്രമം നടത്തിയത് ആരാണ്? ആരെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്? അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളായ MP-മാരെ MLA-മാരെ ഒക്കെ കൃത്യമായി നിയോഗിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പ്രേഷിത പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ആ രീതിയിലാണ് പറയട്ടെ അല്ല നിങ്ങൾ അത് പറയുമ്പോൾ ഇത് കാണാതെ പോകരുത്. അതായത് അല്ല പറയട്ടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. BJP എന്ന് പറയുന്നത് ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ക്രിസ്ത്യാനിയായ അനു ആന്റണി. അപ്പോൾ സഭയുടെ ബുദ്ധിമുട്ടുകൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സഭയ്ക്ക് വേണ്ടിയെന്നല്ല, എല്ലാവർക്കും പങ്കാളിത്തപ്പെടുന്ന എല്ലാവരുടേതുമാണ് BJP. അതുകൊണ്ടാണ് എല്ലാവരുടേതുമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൂർത്തിയാക്കട്ടെ. എന്നെ തടസ്സപ്പെടുത്തിയാൽ മാഡമാണ് മോഡറേറ്റർ. ഇവരുടെ തടസ്സപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ നിർത്തില്ല. നിങ്ങൾ സംഘ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഉറപ്പായും അങ്ങേക്ക് അത് തീരുമാനിക്കാം. പക്ഷേ ഇപ്പോ രാജീവ് ചന്ദ്രശേഖറായി പോയി കേട്ടോ. അപ്പൊ ഞാൻ ശരി, കോൺഗ്രസിനെ പറയുമ്പോൾ താങ്കൾ ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, താങ്കൾക്കാണിപ്പോൾ വിഷമം വന്നത്. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ അസഹിഷ്ണുതയാണ് സഭാപിതാക്കന്മാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒഴുക്കുന്നവർ സഭയുടെ പേരിൽ അല്ല, സഭയോടുള്ള എന്റെ സമീപനം എന്താണ്? സ്മൃതി മാഡം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടായിരിക്കാം. സഭയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെ പോലെയല്ല, വിഷയങ്ങൾ വരുമ്പോഴേക്കും അവർക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നവരെ പോലെയല്ല. എന്റെ നിലപാട് സഭയോടുള്ളത് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇതിൽ സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ അതങ്ങനെയല്ലേ, BJP നിങ്ങളെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ മാർ റാഫേൽ തട്ടിലടക്കം കൊടുത്ത മറുപടി എന്താണ് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ ക്ലിയർ ആയി നിൽക്കുന്നുണ്ട്. AK ബാലന്റെ ഭാഷയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നിൽക്കുന്നുണ്ട്. CBCA പ്രസിഡന്റാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇന്ന് ഏതെങ്കിലും സമരത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് കണ്ടോ? പല രീതിയിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഇന്നൊരു പ്രതികരണം BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതുണ്ടാകില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് അതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് മനസ്സിലായി, കുത്തിത്തിരിപ്പുകാരെയും മനസ്സിലായി. അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് എന്താണ്? പിതാവ് പറഞ്ഞതും കേന്ദ്ര സർക്കാരിന് നന്ദി എന്ന വാചകം ചേർത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. 2 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാട്ടുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിഷേധം കണ്ടില്ലേ, ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം കണ്ടില്ലേ. പക്ഷേ ഇവിടെ കൃത്യമായ നിലപാടെടുക്കുന്ന CBCയെയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പുമാരെയും ഒന്നും കാണാതെ പോവുകയും ചെയ്യും. മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞതിനെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പിന്റെ പ്രതികരണത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ആ ഒരു സെലക്ടീവ് പൊളിറ്റിക്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ സഭ സഹായം അഭ്യർത്ഥിച്ചു. അത് BJPയോടും കേന്ദ്ര സർക്കാരിനോടുമാണ്. കാരണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു കേസിൽ കൃത്യമായി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അത് നിയമപരമായി തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. അവിടെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യത്തെ എതിർക്കരുത്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കണം എന്നുള്ള ഒരു സന്ദേശം പോയിട്ടുണ്ട്. അല്ലാതെ അവിടെ അറസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഇതെല്ലാം BJP ചെയ്യുന്നു എന്നുള്ളത് അതൊരു നറേറ്റീവ് മാത്രമാണ്. കാരണം ഛത്തീസ്ഗഡിൽ, ഞാൻ പൂർത്തിയാക്കട്ടെ, ശരിയല്ല, ഛത്തീസ്ഗഡിൽ 2013 നിലവിൽ വന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് രജിസ്ട്രേഷൻ ആക്ട്. അതനുസരിച്ചുകൊണ്ട് ആദിവാസി വിഭാഗത്തിൽ
വിഭാഗത്തിൽപ്പെട്ടവരെ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും തൊഴിലിനായി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ തൊഴിലിനായി പോലും മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സർക്കാർ പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ഘട്ടങ്ങളിലും ആ ചർച്ചയിൽ ഇത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ജില്ലാ ജയിലാണ്. താങ്കൾ ഇങ്ങനെയുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ പറയട്ടെ, ജില്ലയ്ക്ക് അല്ലല്ല, അവിടെ കൃത്യമായ നിയമമുണ്ട്. കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ഗോത്ര വിഭാഗത്തിൽ കൊണ്ടുപോകുന്നതിന് 2013 നിയമമാണ്. പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങളൊന്നും കോൺഗ്രസ് ഭരിക്കാത്തത് കൊണ്ട് മാറ്റങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ ശരി, ഈ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന രേഖകൾ ഈ കന്യാസ്ത്രീകളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തത തേടേണ്ടി വന്നത്. ഈ കേസ് ഇപ്പോഴും ഓൺഗോയിങ് കേസ് തന്നെയാണ്, അല്ലാതെ ഈ കേസ് ക്വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ആ കേസ് അവിടെ നിലനിൽക്കുകയാണ്. ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു വന്ന രണ്ടുപേരും പറഞ്ഞു വന്ന കാര്യം എന്നെ തടസ്സപ്പെടുത്തിയതിന്റെ സമയം കൂടി ഞാൻ എടുക്കുകയാണ്. ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് ഉണ്ടോ എന്നാണ്. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് സഭയ്ക്കുള്ളിൽ വരില്ല ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൃത്യമായി അവർക്കറിയാം അവരെടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനും ഒക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. കാരണം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു മോണോപോളി ആയിരുന്നല്ലോ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ. ആ മോണോപോളി നഷ്ടമായതിന്റെ ഒരു വിഷമമാണ് നമ്മൾ ജോസ് കെ മാണിയിലൂടെയും അതുപോലെ മറ്റു നേതാക്കളിലൂടെയും ഒക്കെ കൃത്യമായി കണ്ടത്. ആ ഒരു മോണോപോളി ഇന്നിപ്പോൾ ഇല്ല. കാരണം സഭയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. കാരണം കേന്ദ്രത്തിൽ 3-ാം ഊഴം നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞു. തുടർച്ചയായ 3-ാം ഊഴം ഭരിക്കുകയാണ്. അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടികളുമായി ചേർന്ന് പോകുന്ന ഒരു രീതിയുണ്ട് സഭയ്ക്ക് മാത്രമല്ല വിവിധ സമുദായങ്ങൾക്ക്. അതാണ് ഞാൻ അടക്കം ഉൾപ്പെടുന്ന സമുദായങ്ങൾക്കടക്കം അങ്ങനെയാണ്. അധികാരത്തിലിരിക്കുന്നവരുമായി ചേർന്ന് പോകുന്ന ഒരു രീതി കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾക്ക് സമുദായ നേതൃത്വങ്ങൾക്കുണ്ട്. അത് ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും സഭയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടക്കം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടി കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലേ? ഉണ്ട്. നടന്നിട്ടുള്ളത് കൊണ്ടാണല്ലോ ഈ മതപരിവർത്തന നിരോധന നിയമം അവർക്ക് കൊണ്ടുവരേണ്ടി വന്നത്. 1967 ഒഡീഷയിൽ, 1968 മധ്യപ്രദേശിൽ, 1978 അരുണാചൽ പ്രദേശിൽ. അന്ന് BJP ഇല്ല. ഛത്തീസ്ഗഡിൽ 2006 നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല. 1967 BJP സർക്കാർ, നരേന്ദ്രമോദി പറയട്ടെ, സ്വതന്ത്ര പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന രാജേന്ദ്ര നാരായൺ സിംഗ് ദിയോ സർക്കാരാണ് മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയത്. അതായത് കോൺഗ്രസ് തുടങ്ങി എന്നുള്ള നരേഷൻ തെറ്റാണ്. ശരി, മധ്യപ്രദേശിൽ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഉണ്ടാകുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്നുള്ളത് മഠത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ. ആ ഛത്തീസ്ഗഡിലേക്ക് ഈ നിയമം കൊണ്ടുവരുന്നത് ഈ മതപരിവർത്തനം 1968 മതപരിവർത്തന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തന നിയമം നടപ്പിലുള്ള സ്ഥലമാണ് കോൺഗ്രസ്. ഈ ജനസംഘം ഉൾപ്പെടെയുള്ള കക്ഷികളുടെയും സഭയിലെ ഏക CP അംഗത്തിന്റെയും പിന്തുണയോടെ വന്ന ഗോവിന്ദ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയാണ് ഈ 68 ഒക്ടോബർ 19 മതപരിവർത്തനം. അതിനുശേഷം വന്ന കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു എന്ന് കൂടി മാഡം പറയാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മതപരിവർത്തന നിയമത്തെ അനുകൂലിച്ചു കൊണ്ട് തന്നെയുള്ള നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസം വരെയും കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതായത് കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ കിടക്കുമ്പോൾ അവിടുത്തെ PCC അധ്യക്ഷൻ ദീപക് ബൈജ് പറഞ്ഞത് മതപരിവർത്തന നിയമം അതുകൂടി അത് സ്ട്രെങ്തൻ ചെയ്ത് അല്ലെങ്കിൽ അത് അമെന്റ്മെന്റ്സ് വരുത്തേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ്. ഹിന്ദി അറിയാമല്ലോ, കേട്ട് നോക്കിയാൽ മനസ്സിലാകും. ദീപക് ബൈജിന്റെ സൗണ്ട് ബൈറ്റ് ആണ്. ഛത്തീസ്ഗഡ് PCC ഈ വിഷയത്തിൽ ജബി മേത്തർ വന്നപ്പോൾ കുറച്ച് പേരെ വിട്ടുകൊടുത്തു എന്നല്ലാതെ ദീപക് ബൈജിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലോ എന്തെങ്കിലും പ്രതിഷേധം കണ്ടോ? ഒന്നുമില്ല. പോട്ടെ, ഇനി പറയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സാക്ഷാൽ സോണിയാഗാന്ധിയും ഒന്നും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നേരിട്ടിറങ്ങാഞ്ഞത്, നേരിട്ട് പ്രതികരണങ്ങൾ നടത്താത്തത്? പേടിയാണ്. മൃദു ഹിന്ദുത്വ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ മധ്യപ്രദേശിൽ ശ്രമിച്ചു. അവിടെ അത് അമ്പേപാളി. ഛത്തീസ്ഗഡിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന് ഇനി അങ്ങോട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വന്നത്. പറയട്ടെ മാഡം, പറഞ്ഞു തീർക്കട്ടെ. പറയട്ടെ. അപ്പോൾ ഇവിടെ UDF, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, UDF LDF MPമാരും നേതാക്കളും ക്രിയേറ്റ് ചെയ്ത ഒരു ഇംപ്രഷൻ ഉണ്ട്. അതുകൂടി ഞാൻ പറയാം. സഭയെ മുഴുവനായിട്ട് ഞങ്ങളിങ്ങ് ഒറ്റ പർച്ചേസിൽ ഞങ്ങളിങ്ങ് എടുത്തു ഈ ഒരു വിഷയത്തോടെ എന്നുള്ള ഒരു ധ്വനിയിലായിരുന്നു അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ. ലഡു വിതരണം, ബൊക്കെ കൊടുക്കൽ, ഷോളണിക്കൽ, അതെല്ലാം ഇന്നത്തെ സഭയുടെ മൗനത്തോടെ അവരങ്ങാകെ മാളത്തിലേക്ക് ഒളിക്കേണ്ട സാഹചര്യമായിരിക്കുകയാണ്. മാഡം BJPയോടുള്ള അസഹിഷ്ണുത എന്നോട് കാണിക്കാതെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇവിടെ സഭാപിതാക്കന്മാർക്ക്, സഭാവിശ്വാസികൾക്കൊക്കെ കാര്യം കൃത്യമായി മനസ്സിലാകും. നിങ്ങളൊക്കെ എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും. Meet the editors.